എല്ലാവർക്കും ബാംഗ്ലൂസ് മലയാളത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒപ്റ്റിമിസം എന്ന് പറയുന്ന ചെയിൻ ഒരു കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. മെയിനായിട്ട് ഓൺ ചെയിനിൽ അതായത് ഓൺ ചെയിൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ആർട്ടുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കോൺടെസ്റ്റാണിത്. വി ലവ് ദി ആർട്ട് എന്നാണ് ഈ ഒരു കോൺടെസ്റ്റിൻ്റെ പേര്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടാവും. ഇതുപറ്റി ഒരു മെയിനായിട്ടുള്ള ഡിസ്ക്രിപ്ഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓൺ ചെയിൻ ആർട്ട് കോൺടെസ്റ്റ് വിത്ത് 12,000 OP ഇൻ പ്രൈസസ് എന്നാണ്. അതായത് 12,000 OP ടോക്കണാണ് ഇതിൻ്റെ ഒരു പൂളിൽ പ്രൈസായിട്ട് നൽകപ്പെടുന്നത്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് സബ്മിഷൻ ഡേറ്റ് പറയുന്നത് ജാനുവരി 8 അപ്പം UTC സമയം 11 മണിയാണ് ഇത് പറയുന്ന സമയം. സോ നമ്മൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഇന്നത്തെ ബാംഗ്ലൂസ് മലയാളം വീഡിയോയിൽ നോക്കുന്നത്. ഒപ്റ്റിമിസം ഒരു ഇൻട്രസ്റ്റിംഗ് കോൺടെസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. വി ലവ് ദി ആർട്ട് എന്നാണ് ഈ ഒരു കോൺടെസ്റ്റിൻ്റെ പേര്. ഇതൊരു ഓൺ ചെയിൻ ആർട്ട് കോൺടെസ്റ്റാണ്. ജാനുവരി 8 മുമ്പേ നമ്മളിത് സബ്മിഷൻ ചെയ്യണം. അതാണ് അവസാനത്തെ തീയതി. 12,000 OP ടോക്കണാണ് ഇതിൽ പ്രൈസായിട്ട് ഇതിൻ്റെ വിന്നറിന് കിട്ടാൻ പോകുന്നത്. അതായത് 4 കാറ്റഗറി ആയിട്ട് മെയിനായിട്ടുള്ളത്. ആ 4 കാറ്റഗറിയിൽ നിന്നായിട്ട് 12,000 OP ടോക്കൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ സാധ്യത ഉപയോഗപ്പെടുത്തി ആർട്ടിനെ കൂടുതൽ പോപ്പുലാരിറ്റി കൊണ്ടുവരാൻ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനുമാണ് ഈ ഒരു കോൺടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺ ചെയിൻ നടക്കുന്ന ആർട്ടുകളെ ഫോക്കസ് ചെയ്യുകയാണ് ഈ കോൺടെസ്റ്റിൻ്റെ ലക്ഷ്യം. ബേസിക്കായിട്ടുള്ള ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓൺ ചെയിൻ അതായത് ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ആർട്ട് വർക്കുകളെ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൂടെ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ റീച്ച് കൂട്ടാനും സഹായകമാകും. 12,000 OP ടോക്കൺ ഒരാൾക്ക് മാത്രം ലഭിക്കുന്നതല്ല, അതൊരു പൂൾ ഓഫ് ടോക്കൺ ആണ്. അതായത് ഇത് സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും. ബേസിക്കായിട്ട് 4 കാറ്റഗറികളെന്ന് പറഞ്ഞു. ആ 4 കാറ്റഗറിയിലുള്ള അപ്പം ഈ 4 കാറ്റഗറി ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 4 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഒരു പൂൾ ഓഫ് OP ടോക്കൺ നമുക്ക് സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിനൊരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നത് ഓൺ ചെയിൻ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ തന്നെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ലിസ്റ്റ് നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ കണ്ടസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 4 കാറ്റഗറിയാണുള്ളത്. നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടസ്റ്റിൻ്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 4 കാറ്റഗറിയാണുള്ളത്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് AI ആർട്ടാണ്. അപ്പോൾ AI ആർട്ടെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് AI ടൂൾസ് ഉപയോഗിച്ച്, എക്സാമ്പിൾ ഇതിൽ പറയുന്നത് സ്റ്റേബിൾ ഡിഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള AI ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിലൂടെ എല്ലാം ക്രിയേറ്റ് ചെയ്ത ആർട്ട് നിങ്ങൾക്ക് ഇതിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് AI ആർട്ടാണ്. AI ആർട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ AI ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് AI ആർട്ടിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ആൾക്കാർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ജനറേറ്റീവ് ആർട്ടാണ്. അതായത് കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പൈത്തണോ അല്ലെങ്കിൽ ജാവയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഡുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആർട്ടാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. മെയിനായിട്ട് ഡെവലപ്പേഴ്സിനൊക്കെ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. സോ മൂന്നാമത് വരുന്നത് മ്യൂസിക്കാണ്. മ്യൂസിക് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഏതൊരു ജേണറിൽ വരുന്ന മ്യൂസിക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് ഒരു ഓപ്പൺ കാറ്റഗറിയാണ്. അതായത് 1 of 1s എന്ന് പറയുന്ന ഒരു ഓപ്പൺ കാറ്റഗറി. ഇതിൽ ഇപ്പോൾ മുമ്പേ പറഞ്ഞ 3 കാറ്റഗറിയിൽ വിഭിന്നമായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആർട്ട് വർക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ കണ്ടസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കണ്ടസ്റ്റിനെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു 4 കാറ്റഗറിയിൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പറഞ്ഞ 4 കാറ്റഗറിയിൽ ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് സൂപ്പർ ചെയിനിൽ മിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സോറ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്, ബേസ് എന്ന നെറ്റ്വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ OP മിനിറ്റിൽ മിൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാ ആർട്ട് വർക്കും ഈ പറയുന്ന നെറ്റ്വർക്കിൽ വളരെ പുതിയൊരു മിൻറ്റ് ആവണമെന്നാണ് പറയുന്നത്. അതായത് പണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോയ് ചെയ്ത ഒരു ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്ത ഒരു ആർട്ട് വർക്ക് നമുക്ക് ഇതിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പുതുതായിട്ട് മിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ആയിരിക്കണം ഇതിൽ കൊടുക്കാനുള്ളത്, ഇതിൽ സബ്മിറ്റ് ചെയ്യാനുള്ളത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നവംബർ 8, 2023 ശേഷം ചെയ്ത ആർട്ട് വർക്ക് ആയിരിക്കണം. നിങ്ങൾ ആർട്ട് OP മിനിറ്റുമായിട്ട് ഡിപ്ലോയ് ചെയ്യേണ്ടത് അത് ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് നിങ്ങൾ ജനുവരി 8 മുമ്പ് എന്തായാലും ചെയ്തിരിക്കണം. അപ്പം നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാനുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ആർട്ട് വർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന് കുറച്ച് കാറ്റഗറി തരുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ മിൻറ്റിംഗ് പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി തരുന്നുണ്ട്. ഇതെല്ലാം ഒരു മിൻറ്റിംഗ് അതായത് NFT ക്രിയേറ്റ് ചെയ്യാനും സെല് ചെയ്യാനും വാങ്ങാനുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസാണ്. ഇതെല്ലാം വളരെ പോപ്പുലറായിട്ടുള്ള NFT മാർക്കറ്റ് പ്ലേസസൊക്കെയാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മാനിഫോൾഡ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്, ഓപ്പൺ സീ ഉണ്ട്, സോർ ഉണ്ട്, മിൻഫൺ ഉണ്ട്, ഹോളോഗ്രാഫ് ഉണ്ട്, ടൈറ്റിൽസ് ഉണ്ട്, ഡീസൻറ്റ്, ഹൈലൈറ്റ്, സൗണ്ട് ഡോട്ട്
XYZ. ഇത്തരം പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ആർട്ട് വർക്ക് ആദ്യം ബ്ലോക്ക് ചെയിൻ ഡിപ്ലോയ് ചെയ്തതിന് ശേഷം അതാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത് സബ്മിറ്റ് ചെയ്യേണ്ട, അതായത് ഇതിൻ്റെ ഒരു ലിങ്ക്, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക്, അതായത് സബ്മിറ്റ് യുവർ ആർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സബ്മിഷൻ ആർട്ടിലാണ് നമ്മൾ ചെയ്യേണ്ട വർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആർട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെ എല്ലാ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് പോയി നോക്കുക. ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ട് ഓൺ ചെയിനിൽ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ജഡ്ജിങ് പാനൽ നോക്കുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ പ്രൈസസ് പറയുന്നുണ്ട്. ഫസ്റ്റ് ടയർ ആയിട്ട് 50,000 OP ടോക്കൺ, സെക്കൻഡ് ടയർ ആയിട്ട് 20,000 OP ടോക്കൺസ്, തേർഡ് ടയർ 7,000 OP ടോക്കൺസ്, ഫോർത്ത് ടയർ 1,000 OP ടോക്കൺസ്. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് 188 കോൺടെസ്റ്റ് വിന്നേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറിയിലായിട്ട് 47 കോൺടെസ്റ്റ് വിന്നേഴ്സ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വിന്നേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവർക്ക് പ്രൈസ് കിട്ടുകയാണെങ്കിൽ അവർ KYC പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അതായത് നിങ്ങളുടെ KYC എല്ലാം പ്രോപ്പർ ആയിരിക്കണം. സോ ഫസ്റ്റ് ടയറിൽ വരുന്നത് 50K ടോക്കൺ പ്രൈസ് എന്ന് പറയുന്നു. 2 വിന്നേഴ്സ് ഉണ്ടാവും ഒരു പെർ കാറ്റഗറിയിലായിട്ട്. പിന്നെ സെക്കൻഡ് ടയറിൽ 20K OP ടോക്കൺസ് ആണ്, അതിൽ 5 വിന്നേഴ്സ് ഉണ്ടാവും. തേർഡ് ടയറിൽ 7K OP ടോക്കൺസ് 10 വിന്നേഴ്സ്. ഫോർത്ത് ടയറിൽ 1K OP ടോക്കൺ പ്രൈസ് 30 വിന്നേഴ്സിന് ഉണ്ടാവുന്നതായിരിക്കും. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ ജഡ്ജിങ് പാനൽസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊക്കെ ക്രിയേറ്റീവ് ഓൺ ചെയിൻ ക്രിയേറ്റീവ് ഇതിൽ, അതായത് കാറ്റഗറിയിലൊക്കെ ഭയങ്കര അഫ്ലുവൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. എനിക്കിവിടെ കാണാൻ പറ്റും. ഓരോ ആൾക്കാർ ഓരോ കാറ്റഗറിയും പറയുന്നുണ്ട്. കാണാം, G-Money എന്ന് പറഞ്ഞ ആൾ ജനറേറ്റീവ് ആർട്ടിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ നിങ്ങൾക്ക് ജഡ്ജിങ് പാനൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് മെയിനായിട്ട് ബ്ലോക്ക് ചെയിനിലൊക്കെ, അതായത് ഒരു ആർട്ടിസ്റ്റ് ഓൺ ചെയിനിൽ ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളല്ലെങ്കിൽ പോലും നിങ്ങളുടെ ആർട്ടിനെ നിങ്ങൾക്ക് ഇത്തവണ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചിട്ട് ഓൺ ചെയിനിലേക്ക് മാറ്റുകയും ആ ഓൺ ചെയിനിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കുകയും ഓൺ ചെയിൻ ആർട്ട് എന്ന് പറയുന്ന ഒരു പുതിയ കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ഒരു തുടക്കം ആവാനും ഈ ഒരു കോൺടെസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചേക്കും. ഇതിൻ്റെ ഒരു ജഡ്ജിങ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. മെയിനായിട്ട് അവർ നോക്കുന്നത് ഒറിജിനാലിറ്റി എന്ന് പറയുന്ന സംഭവമാണ്, നിങ്ങളുടെ ആർട്ട് എത്രത്തോളം ഒറിജിനലാണ്. പിന്നെ പറയുന്നത് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാണ്. പിന്നെ പറയുന്നത് കോൺസെപ്ച്വൽ ഡെപ്താണ്. പിന്നെ പറയുന്നത് എസ്തെറ്റിക് ഇമ്പാക്റ്റാണ്. ഇതെല്ലാം എല്ലാ രീതിയിലും നിങ്ങളുടെ ആർട്ടിനെ യുണീക്ക് ആക്കുന്ന ചില ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ജഡ്ജിങ് ക്രൈറ്റീരിയ ഉണ്ടാവുക. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വി ലവ് ദി ആർട്ട് എന്ന് പറയുന്ന ഈ കോൺടെസ്റ്റ് എല്ലാവരും ഉപയോഗപ്പെടുത്താൻ നോക്കുക. സോ എല്ലാവർക്കും നന്ദി, നമസ്കാരം.